ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചെറുപ്പത്തിൽ നമ്മളെ വല്ലാണ്ട് പിടിച്ചിരുത്തിയേക്കുന്ന ഒരു പരസ്യമാണ് ന്യൂഡിൽസിന്റെ പരസ്യം. പാക്കറ്റുമ്പോൾ തന്നെ അതിന്റെ ഹൈലൈറ്റ് സംഭവം എഴുതിയിട്ടുണ്ട്, 2 minutes ന്യൂഡിൽസ് റെഡി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പോസ്റ്റ് കണ്ടു. ചിലരുടെ ദൈവാനുഭവങ്ങൾ ന്യൂഡിൽസ് പോലെയാണ്, പെട്ടെന്ന് റെഡിയാവും, പെട്ടെന്ന് തീർന്നു പോകും. ആലോചിച്ച് നോക്കിയപ്പോൾ വളരെ കറക്റ്റാന്ന് തോന്നി. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ്. കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഈശോയിലേക്ക് അടുക്കും, കാര്യങ്ങൾ നേടിക്കഴിയുമ്പോൾ പെട്ടെന്ന് അകന്നു മാറും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് 6ാമത്തെ പാഠമാണ്. പ്രാർത്ഥനയെക്കുറിച്ചാണ് ആ പാഠം പ്രധാനമായിട്ടും പറഞ്ഞു വയ്ക്കുന്നത്. ദൈവാനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ 11ാം ക്ലാസ്സുകാർക്ക് ബാക്കി 11 ക്ലാസ്സുകാരെക്കാളും ഒരു ഭാഗ്യമുണ്ട്. കാരണം പുതിയൊരു ടെക്സ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ടെക്സ്റ്റിലെ 6th ചാപ്റ്റർ നമുക്ക് എടുക്കാം. പ്രാർത്ഥനയെക്കുറിച്ചാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. 3 ഹെഡിങ്ങിൽ നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കാവുന്നതുള്ളൂ. ഒന്നാമതായിട്ട് എന്താണ് പ്രാർത്ഥന, രണ്ടാമതായിട്ട് എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മൂന്നാമതായിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. എന്താണ് പ്രാർത്ഥന? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കാറുണ്ട്. ഒരു ദിവസം തുടങ്ങുന്നതും തീരുന്നതും ആ ദിവസം മുഴുവൻ നമ്മളെ നയിക്കുന്നതും പ്രാർത്ഥന തന്നെയാണ്. അസുഖം വരുമ്പോൾ നമ്മൾ ഈശോയോട് പറയും, ഈശോയെ അസുഖമാണ്, നോക്കിക്കൊള്ളണമെന്ന് പറയും. പരീക്ഷ വരുമ്പോൾ നമ്മൾ പറയും, ഈശോയെ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ, എന്നാലും സഹായിക്കണം എന്ന് പറയും. ഇനിയിപ്പോൾ മാച്ചിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈശോയോട് പറയും, ഈശോയെ മിന്നിച്ചേക്കണോട്ടെന്ന് പറയും. ഇതുപോലെ സിമ്പിളായിട്ട് നമ്മൾ ഈശോയോട് സംസാരിക്കാറുണ്ട്. ശരിക്കും ഇതിനെ തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അമ്മ ത്രേസ്യ പറയുന്ന വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. ഈശോയോടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന എന്നത്. നമ്മുടെയൊക്കെ ഒരു ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ ഈശോയായിട്ടുള്ള ചാറ്റിംഗ് ആണ് ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ ഈശോയ്ക്ക് മെസ്സേജ് അയക്കുന്നു, ഈശോ മെസ്സേജ് കണ്ടിട്ട് നമുക്ക് റിപ്ലൈ അയക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ഈശോ അയക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഈശോയുടെ റിപ്ലൈ അനുസരിച്ച് ജീവിക്കാനായിട്ട് എത്രമാത്രം നമ്മൾ ശ്രമിക്കാറുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ശരിക്കും ആ റിപ്ലൈ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതം കൂടെ പ്രാർത്ഥനയായിട്ട് മാറാണ്. അസീസി പുണ്യാളനെ പറ്റി പറയുന്ന വളരെ മനോഹരമായ ഒരു കാര്യം, അസീസി പുണ്യാളൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു, പക്ഷേ അദ്ദേഹം തന്നെ ഒരു പ്രാർത്ഥനയായിരുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ സഹായത്തോടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതെല്ലാം പ്രാർത്ഥനയായിട്ട് മാറാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരാണെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതാം. ഒറ്റ പ്രാർത്ഥന ഓർത്താൽ മതി. അത് നമ്മൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണത്. അത് വചനം ഓർത്തിരിക്കാനും വളരെ എളുപ്പമാണ്. ലൂക്കോയുടെ സുവിശേഷം 1:1-1, 11:1. സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണത്. ഈശോയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണം. മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴ്ത്തരുത്. ഇതിനേക്കാൾ എല്ലാത്തിനും ഉപരിയായിട്ട് ഈശോയോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട്, ഈശോയുടെ കട്ട ഫ്രണ്ടായിട്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഇതിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. പ്രാർത്ഥനകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥനകൾ ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് ആരാധന. ദൈവമാണ് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത്. നമ്മൾ വെറും സൃഷ്ടികൾ മാത്രമാണ്. സൃഷ്ടികളായ നമ്മൾ സ്രഷ്ടാവായ ദൈവത്തെ ആരാധിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. ഇത് തന്നെയാണ് 1ാം പ്രമാണത്തിലും പറഞ്ഞു വെക്കുന്നത്, ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. ഇനി രണ്ടാമത്തെ പ്രാർത്ഥന, അത് യാചനാ പ്രാർത്ഥനയാണ്. പുതിയ നിയമത്തില് ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഇതില് ചുങ്കക്കാരന്റെ ആറ്റിറ്റ്യൂഡിനെയാണ് ശരിക്കും യാചനാ പ്രാർത്ഥന എന്ന് പറയുന്നത്. തന്റെ കുറവുകളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തന്റെ ആഗ്രഹങ്ങള് ഈശോയുടെ മുമ്പിൽ ഈ ചുങ്കക്കാരൻ തുറന്നു പറയാണ്. ഇതിനെയാണ് യാചനാ പ്രാർത്ഥന എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മുടെ ഈശോ ഡോക്ടർ ഡീൽ ചെയ്യുന്ന ആദ്യത്തെ കാഷ്വാലിറ്റി കേസായിരിക്കും തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന പുതിയ നിയമത്തിൽ ആ സംഭവം. കുറെ മനുഷ്യര് ഒരു തളർവാദ രോഗിയെ കൊണ്ട് ഇങ്ങനെ ആംബുലൻസ് കണക്ക് ഓടൊക്കെ അടിച്ചു പൊളിച്ച് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കി ഈശോയുടെ അടുത്തേക്ക് വരാണ്. അപ്പൊ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ രോഗിയുടെ വിശ്വാസം കണ്ടിട്ടല്ല, ആ കൊണ്ടുവന്ന മനുഷ്യരുടെ വിശ്വാസം കണ്ടിട്ടാണ് ഈശോ രോഗിയെ സൗഖ്യത്തിലേക്കായിട്ട് ക്ഷണിക്കുന്നത്.
ആ കൊണ്ടുവന്ന മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ്. ഇതിനെയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. നാലാമതായിട്ട് നന്ദി പറയുന്ന പ്രാർത്ഥന. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന സംഭവം. അതിൽ ഒരാൾ മാത്രമാണ് തിരിച്ചു വന്ന് ഈശോയോട് താങ്ക് യു പറയുന്നുള്ളൂ. ചെറുപ്പത്തിൽ നമ്മളൊരു പ്രോവർബ് കേട്ടിട്ടുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്. നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ്. അത് തന്നെയാണ് നന്ദിയുടെ പ്രാർത്ഥന. അഞ്ചാമതായിട്ട് സ്തുതിയുടെ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയേക്കുന്ന എല്ലാ നന്മകളുടെയും ക്രെഡിറ്റ് മുഴുവനും ദൈവത്തിനാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം പൗലോസ്ലീഹ പറഞ്ഞു വെച്ചത്, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, എല്ലാ ക്രെഡിറ്റും ഈശോയ്ക്ക് മാത്രമാണ്. അപ്പോ പ്രാർത്ഥനകൾ ഏതൊക്കെയാണ്? 5 എണ്ണമാണ്. ഒന്നാമത്തെ ആരാധന, രണ്ടാമത്തെ യാചന, മൂന്നാമത്തെ മധ്യസ്ഥ പ്രാർത്ഥന, നാലാമത്തെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, അഞ്ചാമത്തെ സ്തുതിയുടെ പ്രാർത്ഥന. ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നമുക്ക് ഉണ്ടാവേണ്ട മനോഭാവങ്ങൾ എന്തൊക്കെയാണ്? ബോബി ജോസ് കട്ടിക്കാടച്ചൻ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു സിമ്പിളായ കഥയുണ്ട്. ഒരു കുഞ്ഞു കുട്ടി ഇങ്ങനെ പൂമ്പാറ്റയെ പിടിക്കാൻ പോകുന്നത് പോലെയാണ് ശരിക്കും പ്രാർത്ഥന. ഈ കുഞ്ഞ് പൂമ്പാറ്റയുടെ അടുത്തേക്ക് ചെല്ലും, പക്ഷെ പൂമ്പാറ്റ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് കുറച്ച് ദൂരത്തേക്ക് അതിനെ ഓടിക്കും. പക്ഷെ കുട്ടി ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കുട്ടി പൂമ്പാറ്റയുടെ പുറകെ തന്നെ വീണ്ടും ഓടും. അങ്ങനെ കുറെ ഓടും. ചിലപ്പോൾ കയ്യിൽ കിട്ടിയും തോന്നും, പക്ഷെ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ പൂമ്പാറ്റ കുഞ്ഞിനെ കളിപ്പിച്ച് കുറെ ദൂരത്തിലേക്ക് എത്തിക്കും. അവസാനം തളർന്നു കഴിയുമ്പോൾ കുഞ്ഞിങ്ങനെ എവിടെയെങ്കിലും കിടന്നിട്ട് പയ്യെ മയങ്ങിപ്പോവും. അപ്പൊ ഈ പൂമ്പാറ്റ വന്നിട്ട് അവന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കും. ശരിക്കും ഇതാണ് പ്രാർത്ഥനയിൽ നമുക്ക് ഉണ്ടാവേണ്ട മനോഭാവങ്ങൾ. തളരാത്ത ഒരു മനസ്സ്, മടുക്കാത്ത മനസ്സ്. നമുക്ക് പോയിന്റ്സ് ആയിട്ട് നോക്കാം. തീർച്ചയായിട്ടും ദൈവിക പുണ്യങ്ങളെല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. വിശ്വാസം, ശരണം, ഉപവി. അബ്രഹാം തന്നെയാണ് വിശ്വാസത്തിന് ഏറ്റവും നല്ല മാതൃക. മുമ്പില് ഒന്നും വിശ്വസിക്കാൻ ഇല്ലാതിരുന്നിട്ട് പോലും കണ്ണടച്ചിട്ട് ദൈവത്തിൽ അങ്ങ് വിശ്വസിക്കുകയാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത് സ്ഥിരതയാണ്. പുതിയ നിയമത്തില് ന്യായാധിപന്റെയും വിധവയുടെയും ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ന്യായാധിപൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ വിധവ എപ്പോഴും വന്ന് എന്നെ ശല്യം ചെയ്യാണ്, അതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു മനോഭാവം ഇത് തന്നെയാണ്. മടുക്കാത്ത ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടതാണ് എളിമ. നേരത്തെ പറഞ്ഞ ചുങ്കക്കാരന്റെ കാര്യം തന്നെ എടുത്താൽ മതി. ഫരിസേയൻ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വലിയ വാചാലനായപ്പോ ചുങ്കക്കാരൻ ഹൃദയം കൊണ്ട്, ഹൃദയത്തിന്റെ ഭാവങ്ങൾ കൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം പിടിക്കുകയാണ്. ഈ ഒരു എളിമയുടെ മനോഭാവം പ്രാർത്ഥനയിൽ നമുക്ക് വേണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു മനോഭാവമാണ് ഒരുമയുടെ കാര്യം. ഈശോ തന്നെ പറയുന്നുണ്ട്, ഐക്യത്തിന് വേണ്ടിയിട്ടാണ് ഈശോയുടെ പ്രാർത്ഥന. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ തന്നെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഈ ശിഷ്യരും നമ്മിൽ ഒന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. നമ്മളും കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ട്, 2-3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഒരുമയുടെ മനോഭാവം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ക്ഷമയുടെ ഒരു മനോഭാവമാണ്. ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട് പുതിയ നിയമത്തില്, ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ ബലിവസ്തു താഴെ വെച്ചിട്ട് അവരോട് പോയിട്ട് ആദ്യമേ സോറി പറയണം, എന്നിട്ട് വന്നിട്ട് ബലി അർപ്പിച്ചാൽ മതി. അപ്പൊ ഇത്രയും മനോഭാവങ്ങളും കൂടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. അപ്പോൾ പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങൾ, അത് വിശ്വാസം, എളിമ, സ്ഥിരത, ഒരുമ, പിന്നെ ക്ഷമയുള്ള ഒരു മനോഭാവം. പിന്നെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് നിൽക്കും, ഇരിക്കും, മുട്ടുകുത്തും. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. ശരിക്കും ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രാർത്ഥനയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പറ്റും, അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. ഉദാഹരണത്തിന്, നിൽക്കുക എന്നത് അത് സന്തോഷത്തെ സൂചിപ്പിക്കാനാണ്, ഇരിക്കുന്നത് ശ്രദ്ധയോടെ ശ്രവിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ മുട്ടുകുത്താറുണ്ട്. മുട്ടുകുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ അനുതാപത്തെ സൂചിപ്പിക്കാനാണ്. ഇനി നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ കുമ്പിടും, അത് ആരാധനയെ സൂചിപ്പിക്കാനാണ്, വിധേയത്വത്തെ സൂചിപ്പിക്കാനാണ്. പിന്നെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും നമ്മൾ കൈ കൂപ്പിയാണ് നിൽക്കാറ്, അത് യാചനയെ സൂചിപ്പിക്കാനാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ മനോഭാവങ്ങളും നമ്മൾ നിൽക്കുന്നതും ഇരിക്കുന്നതും
ഇതെല്ലാം നമ്മൾ കാണുന്ന ഒരിടമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാനയിൽ ഈ എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥനയുടെ മനോഭാവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഒരു ചെറിയ കഥ പറയാം. ആന്റണി ഡിമെല്ലോ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ദ പ്രയർ ഓഫ് ദ ഫ്രോഗ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അതിനകത്ത് ചെറിയൊരു കഥയാണിത്. ഭയങ്കര ഭക്തിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ദിവസം 2-3 പ്രാവശ്യമൊക്കെ പള്ളിയിൽ പോകും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ദൈവത്തോട് മാത്രമേ സംസാരമുള്ളൂ, വേറെ ഒരു മനുഷ്യനെ പോലും മൈൻഡ് ചെയ്യില്ല. അന്വേഷിക്കാൻ വരുന്ന അയൽക്കാരെയോ കുട്ടികളെയോ ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ഒരു യാചകൻ വന്നിട്ട് സഹായത്തിനായിട്ട് കൈ നീട്ടാണ്. പള്ളിയിൽ പോകുമ്പോഴാണോ സഹായത്തിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞ് ചെവി പൊട്ടുന്ന രീതിയിൽ അദ്ദേഹത്തെ ഒരുപാട് ചീത്ത പറഞ്ഞു. എന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിലേക്ക് പോവാണ്. പക്ഷെ അന്ന് പള്ളിയിലെത്തിയപ്പോൾ അവൾ അത്ഭുതപ്പെട്ടുപോയി. കാരണം പള്ളിയുടെ മെയിൻ എൻട്രൻസ് അടഞ്ഞു കിടക്കാണ്. ഒപ്പം തന്നെ ആ വാതിലിന്മേൽ ഒരു കുറിപ്പും, ഞാനിവിടെ ഇല്ല, വന്ന വഴിയിൽ എന്നെ തിരക്കിയാൽ മതി. സ്നേഹത്തോടെയുള്ള നമ്മുടെ പെരുമാറ്റം പോലും ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയായിട്ട് മാറാണ്. പ്രാർത്ഥിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ മാറ്റാൻ വേണ്ടിയിട്ടല്ല, പ്രാർത്ഥിക്കുന്ന നമ്മൾ തന്നെ മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥനയെ കൂടി ഒന്ന് നമുക്ക് ഈ സമയം ഒന്ന് ചിന്തിക്കാം. കുടുംബം ദേവാലയമായിട്ട് മാറുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു സമയമാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ സമയം സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയ അലസതയും മടിയൊക്കെ ഉണ്ടാവും. പൗലോസ്ലീഹ പറയുന്ന വളരെ മനോഹരമായ ഒരു പ്രതിവിധി ഉണ്ട് ഇതിന്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് തുറന്ന് സംസാരിക്കണം. പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവെ എനിക്ക് ചെറിയ മടിയൊക്കെ ഉണ്ട്, എനിക്ക് അലസതയൊക്കെ വന്നിട്ടുണ്ട് കുടുംബ പ്രാർത്ഥനയില്. പൗലോസ്ലീഹ തന്നെ അതിന്റെ ഒരു സൊല്യൂഷനും കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ശരിക്കും പ്രാർത്ഥിക്കാനൊന്നും നമുക്കറിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചോളൂ. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ന്യൂഡിൽസിനെ പറ്റി പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. നമുക്ക് ന്യൂഡിൽസ് വിശ്വാസവും ന്യൂഡിൽസ് പോലത്തെ പ്രാർത്ഥനയും ഒന്നും നമുക്ക് വേണ്ട. പെട്ടെന്ന് റെഡി ആയിട്ട് പെട്ടെന്ന് തീർന്നു പോകുന്ന അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ മരണം വരെ ഈശോയായിട്ട് കട്ടയ്ക്ക് ഫ്രണ്ട്ഷിപ്പിലായിരിക്കാൻ പറ്റുന്ന ഒരു ബന്ധമാണ് നമുക്ക് വേണ്ടത്. ആത്മാർത്ഥമായിട്ട് ആത്മാവിന്റെ സഹായത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോയോടൊപ്പമുള്ള ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ മൊമെന്റിന്റെ പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എപ്പോഴും ഈശോയുടെ കൂടെ ഉണ്ടോ? നമുക്ക് ചിന്തിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.